കുടിവെള്ളമാണ് ഇവിടെ പ്രശ്നം. തൂണെല്ലാം പോയിരിക്കുകയാണ്, എല്ലാം വേണ്ട വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതോടെ പോയാൽ പിന്നെ നമ്മളെ വീട് കാണൂല, വീട് പോലെ 5-6 വീട് പിന്നെ കാണൂല. വെള്ളം ഒരു തുള്ളി പോലും അമൂല്യമാണ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നതാണ്. ഈ മതിലിൻ്റെ ഇവിടെ എങ്ങനെ ഇത് വഴി അപ്പുറത്തെ മതിൽ വഴി അങ്ങനെ ഒഴുകി വരുന്നത്. ഒരിക്കൽ പൊളിഞ്ഞു വീണിട്ട് വീണ്ടും അവർ കെട്ടി. കുടിവെള്ളം അധികമായാൽ ഇതാണ് ഇവിടുത്തെ കാഴ്ച. കഴക്കൂട്ടം ഉള്ളൂർ കോണത്തെ ജലസംഭരണിയിലേക്ക് ജലം പമ്പ് ചെയ്യുന്നതിലെ അപാകതയാണ് പ്രശ്നം. ജലസംഭരണിയിൽ വെള്ളം നിറഞ്ഞാലും പമ്പിംഗ് നിർത്തില്ല. ഒടുവിൽ രക്ഷിക്കണേയെന്ന് നാട്ടുകാർ അപേക്ഷിക്കുമ്പോൾ ജല അതോറിറ്റി പമ്പിംഗ് നിർത്തും. വെള്ളം കയറുന്നത് കാരണം പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട് ഞങ്ങൾ 6 പേരുണ്ട്. എൻ്റെ വീടെല്ലാം ഇടിഞ്ഞു പോയി, വെള്ളം വന്ന് കെട്ടിയെന്ന്. ഒരു വീട് ഇടിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് ഇടിഞ്ഞ് നിമന്നു പോയി. ഒരു പ്രാവശ്യം വരുന്ന വെള്ളം എന്ന് പറയുമ്പോൾ 5-6 മണിക്കൂർ നേരം അതെങ്ങനെ ഒഴുകി നിൽക്കുകയാണ്. വലിയ മഴ പെയ്താൽ വെള്ളം ഒഴുകിയെത്തുന്നത് ഈ താഴ്ന്ന പ്രദേശത്തേക്കാണ്. ഇവിടെ 10 വീടുകളാണ് ഭീതിയിൽ താമസിക്കുന്നത്. അപ്പോഴാണ് ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് അനാസ്ഥ മൂലം ആ വെള്ളവും കുത്തിയൊലിച്ച് ഇങ്ങോട്ടെത്തുന്നത്. വളരെ കുത്തൊഴുക്കായിട്ടാണ് വരണത്. ആദ്യം ഈ ഭാഗങ്ങളിലെല്ലാം ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിറഞ്ഞ് താഴോട്ട് ഒഴുകി വരും. ഇത് കണ്ടോ, വീട്ടിലിരിക്കുന്നുണ്ടോ നിങ്ങൾ? വീടിനകത്തൊക്കെ കയറുക. കുത്തിയൊലിച്ചെത്തുന്ന വെള്ളം താഴേക്കാണ് ഇരച്ചിറങ്ങുന്നത്. ഇത് ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളം കുത്തനെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുമോ? കുത്തനെ ഇറങ്ങിയാൽ എന്താണ് സംഭവം എന്നറിയാം. ഞങ്ങൾ കഷ്ടപ്പെട്ട് വെച്ചൊക്കെ വീടുകളാണ്. ഓട പണിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരിതുള്ളൂ. ജല അതോറിറ്റിയുടെ ആറ്റിങ്ങൽ ഡിവിഷനിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമില്ലെന്നാണ് നാട്ടുകാരുടെ വിമർശനം. എന്തായാലും നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാര മാർഗങ്ങൾ വ്യക്തമാണ്. കൃത്യമായി വെള്ളം പമ്പ് ചെയ്യുക, പ്രദേശത്ത് ഓട നിർമ്മാണം നടത്തുക. പരിഹാരങ്ങൾ മുന്നിലുണ്ടെങ്കിലും കാര്യങ്ങൾ പഴയപടി തന്നെ. ശ്യാമിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.